വിവാദങ്ങൾക്കൊടുവിൽ മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ SDPIയിൽ ഒരു വലിയ പൊട്ടിത്തെറി എന്നതാണ്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ച് സ്ഥാനാർത്ഥിയായ KM അഷ്റഫ് ഇറങ്ങിപ്പോയി യോഗത്തിൽ നിന്ന് എന്നാണ്. SDPI ജില്ലാ കൗൺസിലിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു എന്നതാണ് വിവരം. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് പറഞ്ഞു. BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. UDF അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തട്ടെ എന്നും CP ലത്തീഫ് പ്രതികരിച്ചു. സതീശന് എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് BJP ജയിക്കും, അതുകൊണ്ട് SDPI പിന്തുണ പിൻവലിക്കണമെന്ന് പിൻവാതിലൂടെ പോയി പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞത്? സതീശൻ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുന്ന ആളല്ലേ? VD സതീശന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞു, എല്ലാ തിണ്ണയും നിറങ്ങി. ഇപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ ധൈര്യമുണ്ടോ? മഞ്ചേശ്വരം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ പാർട്ടികൾ മാത്രമല്ല എല്ലാ മതസംഘടനകളും തെരഞ്ഞെടുപ്പുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത എല്ലാ മതസംഘടനകളും മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുക. മുന്നണി വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ മതേതരത്വമാണ് കേരളം ചർച്ച ചെയ്യുന്ന ശരിയായ മതേതരത്വം എന്ന് പറയുന്നത്. SDPIയെ സമ്മർദ്ദത്തിലാക്കിയോ അല്ലെങ്കിൽ വശീകരിച്ചോ പിൻവലിച്ചവർ കരുതണ്ട, ഇത്തവണ മുസ്ലിം ഒരു സമുദായത്തിൽ നിന്ന്, മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് നല്ല നിലയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് യാതൊരു SDPIയെ പിൻവലിപ്പിച്ചു UDF ജയിച്ചു എന്നുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ധാരണ ഏപ്രിൽ 9 തിരുത്തപ്പെടും. മെയ് 4 പെട്ടി പൊളിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിലടക്കം NDA ശക്തമായിട്ട് മുന്നേറും. അല്ല വാരശാരി, ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മഞ്ചേശ്വരത്ത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല LDFന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടത് വിരലിൽ എണ്ണാവുന്ന വോട്ടിനാണ്. അതുകൊണ്ട് ഒരു പുതിയ സംഭവമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കേണ്ട. SDPIയിൽ ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായ ഭൂരിപക്ഷത്തിൽ NDA ഇത്തവണ ജയിക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇത്രയും ഭയന്നോടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ജനവികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല, ജനവിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതിനെ നേരിടാൻ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കാര്യം. ഞങ്ങൾ ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ആരോടും മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ശരിയായ നിലപാടെടുത്ത് ജനങ്ങളെ കണ്ട് മുമ്പോട്ട് Oh